ശ്രീമന്നാരായണീയം ദശകം 18 പൃഥുചരിതം ശ്ലോകം 8. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വല്ലൗതം മുനിവരമണ്ഡലേ ജുഹൂഷൗ. വൃന്ദാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിഭുമൈക്ഷതാ സ്വയം സ്വം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പൃഥു മഹാരാജാവ് 100ാമത്തെ അശ്വമേധയാഗം തുടങ്ങിയപ്പോൾ ഇന്ദ്രന് വളരെയധികം അസൂയയായി. ഇന്ദ്രൻ വിചാരിച്ചു, തൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 100ാമത്തെ അശ്വമേധയാഗം വരെ പൃഥു ചെയ്യുന്നത് എന്ന്. എന്നാൽ ഇവിടെ ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള പൃഥു ഇവിടെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ യാഗങ്ങളെല്ലാം അനുഷ്ഠിച്ചത്, അല്ലാതെ ഇന്ദ്രപദവി തട്ടിയെടുക്കാനൊന്നുമല്ല. പക്ഷെ ദേവേന്ദ്രൻ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഷം മാറി വന്ന് ആ യാഗാശ്വത്തെ, ആ കുതിരയെ, യാഗപശുവിനെ അവിടെ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയി. അത്രി മഹർഷി അത് പൃഥുവിൻ്റെ പുത്രന് കാണിച്ചു കൊടുത്തു. പൃഥുവിൻ്റെ പുത്രൻ പോയി ദേവേന്ദ്രനെ തോൽപ്പിച്ച് അശ്വത്തെ മടക്കി കൊണ്ടുവന്നു. ഇതി മുഹു, ഇതി ഇങ്ങനെ, മുഹു കൂടെ കൂടെ, വീണ്ടും വീണ്ടും, വാജിനം ഹരന്തം കുതിരയെ കക്കുന്ന. ദേവേന്ദ്രൻ അവിടെ കൊണ്ടും നിർത്തിയില്ല. പിന്നെയും പല വേഷത്തിൽ മാറി മാറി വന്ന് ഇവിടെ കുതിരയെ അപഹരിച്ചുകൊണ്ടുപോയി. ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുതിരയെ പൃഥുവിൻ്റെ പുത്രൻ പോയി കൊണ്ടുവരും. ഇങ്ങനെ പലവട്ടമായി കഴിഞ്ഞപ്പോഴും തം ദേവേന്ദ്രം, ആ ഇന്ദ്രനെ, മുനിവരമണ്ഡലേ മഹർഷിമാര്, ഭന്നൗ ജുഹൂഷൗ യാഗാഗ്നിയിൽ, ഭന്നൗ ആ യാഗാഗ്നിയിൽ, ജുഹൂഷൗ ഹോമിക്കാൻ തീരുമാനമെടുത്തു. ഈ ഇന്ദ്രനെ അങ്ങനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എപ്പോഴും വന്ന് ഇങ്ങനെ കുതിരയെ കട്ടുകൊണ്ട് പോവുക, തിരിച്ച് തോപ്പിച്ച് കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് കഴിയുമ്പോഴും വീണ്ടും വേഷം മാറി വന്ന് കുതിരയെ കൊണ്ടുപോവുക. പല വേഷങ്ങളിലായിട്ട് വരുന്നു. ഒരു നിവൃത്തിയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുനിമാരെല്ലാവരും കൂടെ തീരുമാനിച്ചു, ഈ ഇന്ദ്രൻ ഈ ഹോമാഗ്നിയിൽ അങ്ങോട്ട് ദഹിപ്പിച്ച് കളയാം എന്ന്, ഹോമിച്ച് കളയാം എന്നങ്ങോട്ട് തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ കമലഭവേ, കമലഭവൻ എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൽ നിന്നും ഉണ്ടായവൻ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് വന്ന് വൃന്ദാനെ തടയുകയും ക്രതോ യാഗം സമാപ്തവും അവസാനിക്കുകയും ചെയ്തപ്പോൾ, ക്രതു എന്ന് പറഞ്ഞാൽ ഇവിടെ യാഗമാണ്, ആ യാഗം അവസാനിക്കുകയും ചെയ്തപ്പോൾ ത്വം നിന്തിരുവടി സ്വയം സ്വം മധുരിപു, ഭഗവാൻ ഇവിടെ പൃഥുചക്രവർത്തി ഇവിടെ ഈ യാഗം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ഭഗവാൻ ഇവിടെ മഹാവിഷ്ണു ഇവിടെ വന്ന് പ്രത്യക്ഷമാകുകയാണ്. ത്വം സ്വയം സ്വം, നിന്തിരുവടി നേരില് മുമ്പില് താൻ തന്നെയായ മഹാവിഷ്ണുവിനെ, പൃഥുചക്രവർത്തി തന്നെയായ ആ മഹാവിഷ്ണുവിനെ, ഭഗവാന്റെ അംശാവതാരമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, താൻ തന്നെയായ ആ മഹാവിഷ്ണുവിനെ, മധുരിപു മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിനെ, മധുരിപും മഹാവിഷ്ണുവിനെ സാക്ഷാത് പ്രത്യക്ഷമായി ഐക്ഷത നിരീക്ഷിച്ചു, കണ്ടു. അപ്പൊ 100ാമത്തെ അശ്വമേധ യാഗം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പലവട്ടം
കുതിരയെ കട്ടുകൊണ്ട് ഇന്ദ്രൻ പോയപ്പോ മുനിമാരെല്ലാരും കൂടി തീരുമാനിച്ചു ഈ ഹോമാഗ്നിയിൽ ഇന്ദ്രൻ ദഹിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരു കാര്യം. അപ്പോഴേക്കും ബ്രഹ്മാവ് വന്ന് അതിനെ തടഞ്ഞു. യാഗം അവസാനിക്കുകയും ചെയ്തു. ആ സമയത്ത് മഹാവിഷ്ണു അവിടെ പൃഥുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.